നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ UGC നെറ്റ് ടോപ്പിക്ക് മീമാംസ നോക്കാം. അതിൽ അർത്ഥസംഗ്രഹം എന്ന ഗ്രന്ഥം നോക്കാം. നമുക്കറിയാം, ലൗകാക്ഷി ഭാസ്കരൻ എന്ന ആചാര്യൻ എഴുതിയ ഗ്രന്ഥമാണ് അർത്ഥസംഗ്രഹം എന്ന് പറയുന്നത്. 6 ശാസ്ത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിങ്ങനെ. അപ്പോൾ ഈ 6 ശാസ്ത്രങ്ങളിലൊന്നാണ് പൂർവമീമാംസ എന്നത്. ഈ മീമാംസാ ശാസ്ത്രത്തിലെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ വേദാർത്ഥമാണ് അതിലെ പ്രമേയം. വേദാർത്ഥാത്മക പ്രമേയ. ഈ പ്രമേയത്തിന് തസ്യ പ്രമേയസ്യ വിചാരകം ശാസ്ത്രം മീമാംസ ഭവതി. ഈ വേദാർത്ഥം എന്ന പ്രമേയത്തെ വിചാരിക്കുന്ന ശാസ്ത്രം, അതിനെപ്പറ്റി വിചാരം ചെയ്യുന്ന ശാസ്ത്രത്തിനെയാണ് മീമാംസ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവ, അതായത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം തുടങ്ങിയവയൊന്നും വേദാർത്ഥത്തെ വിചാരിക്കുന്ന ശാസ്ത്രങ്ങളല്ല. മീമാംസ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? മീമാംസാ ശബ്ദ പൂജിത വിചാരാർത്ഥക ഇതി ഭാമതീകാരാः വർണ്ണയന്തി. ഭാമതികാരൻ ഇങ്ങനെ പറയുന്നു: മീമാംസാ ശബ്ദ പൂജിത വിചാരാർത്ഥക. പൂജിത വിചാരം എന്ന അർത്ഥമാണ് മീമാംസാ ശബ്ദത്തിനുള്ളത്. അഥാതോ ധർമ്മജിജ്ഞാസ എന്നാണ് ഈ ഒരു മീമാംസാ ശാസ്ത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സൂത്രം എന്ന് പറയുന്നത്. അഥാതോ ധർമ്മജിജ്ഞാസ. ജിജ്ഞാസ എന്നാൽ എന്താണ്? ജ്ഞാതുമിച്ഛ, അറിയാനുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു അർത്ഥമല്ല സ്വീകരിക്കുന്നത്. ധർമ്മജിജ്ഞാസ, ഇവിടെ ജിജ്ഞാസ ശബ്ദത്തിന് ജ്ഞാതുമിച്ഛ എന്നുള്ള അർത്ഥമല്ല സ്വീകരിക്കുന്നത്. ഈ ജിജ്ഞാസ ശബ്ദത്തിന് ലക്ഷണ കൊണ്ട് വിചാരം എന്ന അർത്ഥമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ജിജ്ഞാസ എന്നാൽ വിചാരഃ എന്നാണ് അർത്ഥം. അപ്പോൾ അഥാതോ ധർമ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ധർമ്മവിചാരഃ കർത്തവ്യഃ, ധർമ്മവിചാരം ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്? ധർമ്മത്തെ വിചാരിക്കാൻ പോകുന്നു, ധർമ്മം എന്നാൽ എന്താണ് എന്ന് വിചാരിക്കാൻ പോകുന്നു എന്നാണ് മീമാംസാ ശാസ്ത്രത്തിലെ ആദ്യത്തെ സൂത്രമായ അഥാതോ ധർമ്മജിജ്ഞാസ എന്ന സൂത്രം കൊണ്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ധർമ്മം? കഹ ധർമ്മഃ ഇതി കഥം ജ്ഞായത്തെ. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? എന്താണ് പ്രമാണം? ധർമ്മം എന്താണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നതാണ് ധർമ്മം, ഇതാണ് ധർമ്മം എന്ന് പറയുകയാണെങ്കിൽ അതിനെന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ വേദഃ, വേദ ഏവ തത്ര ഉപായഃ. വേദം വിന അന്യേന ഉപായേന ധർമ്മജ്ഞാനം ന ഭവതി. വേദത്തിനാൽ മാത്രമേ ധർമ്മം എന്താണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വേദം എന്നാൽ എന്താണ്? അപ്പോൾ ഇത്രയും പറഞ്ഞത് മീമാംസാ ശബ്ദത്തിൻ്റെ അർത്ഥം വിചാരഃ എന്നാണ്. എന്തിൻ്റെ വിചാരമാണ് ചെയ്യുന്നത്? ധർമാഖ്യ വിഷയസ്യ വിചാരഃ അഥവാ വേദവാക്യാർത്ഥ വിചാരഃ. ധർമ്മം എന്ന വിഷയത്തിനെ വിചാരം ചെയ്യാണ് മീമാംസയിൽ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? വേദവാക്യാർത്ഥത്തെ വിചാരം ചെയ്യുകയാണ് മീമാംസയിൽ. വേദവാക്യാർത്ഥം എന്ന് പറഞ്ഞാൽ അത് ധർമ്മം തന്നെയാണ്. അപ്പോൾ വേദവാക്യാർത്ഥ വിചാരാത്മിക ഇയം മീമാംസ എന്ന് പറയണം. കുമാരില ഭട്ടപാദര് ഇങ്ങനെ പറയുന്നു: അഥാതോ ധർമ്മജിജ്ഞാസ സൂത്രമാദ്യമിതം കൃതം ധർമാഖ്യം വിഷയം വക്തും മീമാംസായ പ്രയോജനം ഇതി. ഇങ്ങനെ മീമാംസാ ശ്ലോക വാർത്തികത്തിൽ കുമാരില ഭട്ടപാദര് പറയുന്നു. അതായത് പ്രകൃതേ വേദാത് ബോധവിഷയഃ യഃ ധർമ്മഃ. വേദത്തിൽ നിന്ന് മാത്രമേ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ യാഗ, ദാന, ഹോമ, ദ്രവ്യ, ഗുണ, ജാതി തുടങ്ങിയവയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മങ്ങളുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, ജ്ഞാനാർത്ഥം തത്ര വിചാരഃ കർത്തവ്യഃ, വിചാരം ചെയ്യണം. തദൈവ ഉക്തം ധർമാഖ്യം വിഷയം വക്തുമിതി.
അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ധർമാഖ്യം വിഷയം വക്തും മീമാംസായാഹ പ്രയോജനം എന്ന്. ധർമ്മം എന്ന വിഷയത്തിനെ വിചാരം ചെയ്യുകയാണ് മീമാംസാ ശാസ്ത്രത്തിൽ. അപ്പോൾ ഈ വേദത്തിൽ നിന്ന് യാഗം എന്താണ്, ദാനം എന്താണ്, ഹോമം എന്താണ്, ദ്രവ്യം എന്താണ്, ഗുണം എന്താണ്, ജാതി എന്താണെന്നൊക്കെ വേദത്തിൽ പറയുന്നു. അപ്പോൾ ഈ ധർമ്മങ്ങളെ, ഈ വേദത്തിൽ പറയുന്ന കാര്യങ്ങളെ ചിന്തിക്കുകയാണ് മീമാംസാ ശാസ്ത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ധർമ്മജ്ഞാനം മീമാംസായാഹ പ്രയോജനം. മീമാംസാ ശാസ്ത്രത്തിൻ്റെ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ ധർമ്മജ്ഞാനമാണ്. മാത്രമല്ല ഈ മീമാംസാ ശാസ്ത്രം 14 വിദ്യാസ്ഥാനങ്ങളിൽ ഒന്നാണ്. അംഗാനി വേദാശ്ചത്വാരോ മീമാംസാ ന്യായവിസ്തരഃ പുരാണം ധർമ്മശാസ്ത്രം ച വിദ്യാഹ്യേതാശ്ചതുർദശ. അതായത് ഇങ്ങനെയൊരു ശ്ലോകമുണ്ടല്ലോ, 14 വിദ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേദാഹ ചത്വാരഹ 4 വേദങ്ങൾ, അവയുടെ അംഗങ്ങൾ 6 വേദാംഗങ്ങൾ, അപ്പോൾ 10ആയി. പിന്നെ മീമാംസ, ന്യായം, പുരാണം, ധർമ്മശാസ്ത്രം, ഈ 4 കൂടിയും ചേരുമ്പോൾ 14 വിദ്യകളായി. അപ്പോൾ ഇവിടെ പറയുന്ന മീമാംസാ ശാസ്ത്രം 14 വിദ്യകളിൽ ഒന്നാണ് എന്ന് കിട്ടി. വിദ്യാസ്ഥാനത്വം ഭജതേ ഇയം ശാസ്ത്രം. ഇതം ശാസ്ത്രം കിം നാമ വിദ്യാസ്ഥാനം കാ വിദ്യ. അപ്പോൾ വിദ്യാസ്ഥാനങ്ങളിലൊന്നാണ് മീമാംസ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വിദ്യാസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനം എന്ന് പറഞ്ഞാൽ വേദാർത്ഥ സാധന ഉപായ സ്ഥാനം. വേദാർത്ഥ സാധന ഉപായ സ്ഥാനം. വേദാർത്ഥ ജ്ഞാന സാധന ജ്ഞാനം വിദ്യ. പരമപുരുഷാർത്ഥ സാധന ജ്ഞാനോപായത്വം വിദ്യാസ്ഥാനത്വം. അതായത് വിദ്യാസ്ഥാനം എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കാൻ വേണ്ട ജ്ഞാനത്തിൻ്റെ ഉപായം ഏതാണോ അതാണ് വിദ്യാസ്ഥാനം. അപ്പോൾ മീമാംസ എന്ന് പറയുന്നത് ഒരു വിദ്യാസ്ഥാനമാണ്. അപ്പോൾ ഈ മീമാംസാ ശാസ്ത്രം പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കാനുള്ള ജ്ഞാനത്തിന് ഉപായമാണ്, മാർഗമാണ്. അതുകൊണ്ട് 14 വിദ്യാസ്ഥാനങ്ങളിൽ ഒന്നാണ് മീമാംസാ ശാസ്ത്രം. വേദത്തിൽ നിന്നല്ലാതെ ധർമ്മജ്ഞാനം സംഭവിക്കില്ല എന്ന് കുമാരല ഭട്ടൻ പറയുന്നുണ്ട്. ധർമ്മേ പ്രമീയമാണേതു വേദേന കരണാത്മന ഇതി കർത്തവ്യതാഭാഗം മീമാംസ ഉപദിശ്യത്തെ ഇതി. അതായത് വേദമെന്ന കരണം കൊണ്ട് ധർമ്മത്തെ അറിയണം. എങ്ങനെ വേദം കൊണ്ട് ധർമ്മത്തെ അറിയണം എന്ന ഇതി കർത്തവ്യതാഭാഗം മീമാംസ പൂരയിഷ്യതി. അതായത് ഇങ്ങനെ പറയുന്നു, വേദമെന്ന കരണം കൊണ്ട്, അതായത് കരണം എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള കാരണമാണല്ലോ. അപ്പോൾ വേദം കൊണ്ട് മാത്രമേ ധർമ്മത്തെ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെ വേദം കൊണ്ട് ധർമ്മത്തെ അറിയണം എന്ന ഒരു ഇതികർത്തവ്യതാ ഭാഗത്തെ മീമാംസ പൂരയിഷ്യതി. അതിനുള്ള ഉത്തരം തരുന്നത് മീമാംസയാണ്. അപ്പോൾ ഇതാണ് മീമാംസാ ശാസ്ത്രത്തിൻ്റെ പ്രയോജനം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇങ്ങനെയുള്ള മീമാംസാ ശാസ്ത്രം സൂത്രരൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആരാണ് സൂത്രകാരൻ? ഭഗവാൻ ജൈമിനി മഹർഷിയാണ്. ഈ ഭഗവാൻ ജൈമിനി മഹർഷിയുടെ സൂത്രങ്ങളെയാണ് മീമാംസാ ശാസ്ത്രം എന്ന് പറയുന്നത്. ന്യായമഞ്ജരി എന്നൊരു ന്യായശാസ്ത്ര ഗ്രന്ഥമുണ്ട്. അതെഴുതിയത് ജയന്തഭട്ടനാണ്. അദ്ദേഹം പറയുന്നു, ന്യായശാസ്ത്രം പ്രമാണവിദ്യയാണ്, മീമാംസാ ശാസ്ത്രം വേദവിദ്യയാണ് എന്ന് പറയുന്നു. ഈ മീമാംസാ ശാസ്ത്രത്തിൽ പ്രമാണങ്ങളെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടുള്ള ഒരു ശാസ്ത്രമല്ല മീമാംസാ ശാസ്ത്രം. പക്ഷേ ന്യായശാസ്ത്രത്തിൽ അങ്ങനെയല്ല. പ്രധാനമായിട്ട് പ്രത്യക്ഷ പ്രമാണം എന്താണ്, അനുമാന പ്രമാണം എന്താണ്, ഉപമാന പ്രമാണം എന്താണ്, ശബ്ദപ്രമാണം എന്താണ് എന്നൊക്കെ വിസ്തരിച്ച് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മീമാംസയ്ക്ക് അവിടെയൊന്നും താല്പര്യമില്ല. വേദാർത്ഥം എന്താണ് എന്ന് വിചാരം ചെയ്യാണ് മീമാംസാ ശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ന്യായമഞ്ജരിയിൽ ജയന്തഭട്ടൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ,
केवलं धर्मज्ञानार्थम् उपयुक्ताः ये वेदे विद्यमानाः विषयाः तान् विषयान् आदाय जैमिनिमहर्षयः तत्र केचित् प्रमाणद्वारा धर्मान् अस्मान् बोधयति। तदनुसारेण भाष्यकारादयः युक्तिं प्रदर्श्य प्रमाणेन स्फुटतया तमर्थं प्रतिपादयन्ति. अतः मीमांसा വിചാരകം വേദവിദ്യ എന്ന പ്രമാണവിദ്യ. അതായത് മീമാംസ വേദവിദ്യയാണ്, പ്രമാണവിദ്യയല്ല. പക്ഷേ വേദസംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രം എന്ന് പറയുന്നത് ന്യായശാസ്ത്രമാണ്. കാരണം വേദം ഉണ്ടോ അല്ലെങ്കിൽ വേദത്തിന് പ്രാമാണ്യമുണ്ടോ എന്നൊക്കെ യുക്തിചിന്തയിലൂടെ സാധിക്കുന്നത് ന്യായശാസ്ത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദസംരക്ഷണം എന്നുള്ളത് ന്യായശാസ്ത്രത്തിൻ്റെ ഒരു കടമയായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ന്യായശാസ്ത്രമാണ് വേദത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ജൈമിനി മഹർഷിയുടെ സൂത്രങ്ങളെയാണ് മീമാംസ സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂത്രങ്ങളിൽ എന്താണ്, ഇത് 12 അധ്യായങ്ങളിലായിട്ടാണ് ഈ സൂത്രങ്ങൾ കിടക്കുന്നത്. ഓരോ അധ്യായത്തിലും 4 പാദങ്ങളുണ്ട്. അവിടെ 3-ാമത്തെയും 6-ാമത്തെയും 10-ാമത്തെയും അധ്യായങ്ങളിൽ 8 പാദങ്ങൾ വീതം ഉണ്ട്. ഓരോ പാദത്തിലും അധികരണങ്ങളുണ്ട്. ഓരോ അധികരണത്തിലും ധാരാളം സൂത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 12 അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ജൈമിനീയ സൂത്രങ്ങളെയാണ് മീമാംസാശാസ്ത്രം എന്ന് പറയുന്നത്. പ്രായശഃ സഹസ്രാധികരണാനീതി വിദുഷാം മതം. സൂത്രാണ്യപി തത്ര കേചന മന്യന്തെ 2,000 ഇതി. അത്രാപി തത്ര ദേവതാകാണ്ഡഃ ഇതി 4 കശ്ചന ഭാഗः अन्ते वर्तते. तस्य अध्ययनाध्यापनपरम्परायां ते 4 अध्यायाः नागच्छन्ति. अतः अधुना अध्ययनपरम्परायां 12 अध्यायाः एव. अतः सहस्राधिकानि अधिकरणानि सन्ति. अपि च 2,000 इति केचन मन्यन्ते. 3,000 अन्यः कश्चन पक्षोऽपि वर्तते. अन्ते विद्यमान 4 अध्यायाः तेषु विद्यमानानि यानि सूत्राणि तान्यपि आहत्य एवं भवन्ति वा इति. ഇത് എക്സ്ട്രാ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, അത് വേണ്ട എന്തായാലും. ഇനി അർത്ഥസംഗ്രഹം എന്ന ഗ്രന്ഥം ലൗകാക്ഷി ഭാസ്കര പ്രണീതമാണ്. അദ്ദേഹമാണ് ഇത് എഴുതിയത്. ആപദേവൻ എന്ന ആചാര്യൻ എഴുതിയിട്ടുള്ള മീമാംസ ന്യായപ്രകാശത്തിൻ്റെ ബാല്യശരീരമാണ് അർത്ഥസംഗ്രഹം എന്ന് പറയുന്നു. ആപദേവൻ എന്ന ആചാര്യൻ മീമാംസ ന്യായപ്രകാശം എന്ന ഗ്രന്ഥം എഴുതി. അതിൻ്റെ ഒരു ബാല്യശരീരമാണ് എന്ത് അർത്ഥസംഗ്രഹം എന്ന് പറയുന്നു. കാരണം എന്താണ്? ആപദേവകൃതേ യേ വിഷയാഃ തത്സർവേഷാമത്ര പരിചയഃ സുലഭഃ. ആപദേവൻ എഴുതിയ മീമാംസ ന്യായപ്രകാശത്തിൽ പറയുന്ന വിഷയങ്ങളെയൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കുട്ടി ശരീരമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റിലേക്ക് കടക്കാം. ആദ്യം മംഗളശ്ലോകമാണ്. വാസുദേവം രമാകാന്തം നത്വാ ലൗകാക്ഷി ഭാസ്കരഃ കുരുതേ ജൈമിനിനയേ പ്രവേശായ അർത്ഥസംഗ്രഹം. വാസുദേവം രമാകാന്തം നത്വാ ലൗകാക്ഷി ഭാസ്കരഃ കുരുതേ ജൈമിനിനയേ പ്രവേശായ അർത്ഥസംഗ്രഹം. എങ്ങനെയാണ് അന്വയിക്കുക? വാസുദേവം രമാകാന്തം നത്വാ ജൈമിനിനയേ പ്രവേശായ ലൗകാക്ഷി ഭാസ്കരഃ അർത്ഥസംഗ്രഹഃ കുരുതേ. അർത്ഥസംഗ്രഹഃ കുരുതേ. അർത്ഥസംഗ്രഹത്തെ ചെയ്യാണ്. ആരാണ് ചെയ്യുന്നത്? അർത്ഥസംഗ്രഹത്തെ ആരാണ് എഴുതുന്നത്? ലൗകാക്ഷി ഭാസ്കരഃ കുരുതേ. ലൗകാക്ഷി ഭാസ്കരഃ അർത്ഥസംഗ്രഹഃ കുരുതേ. ലൗകാക്ഷി ഭാസ്കരനാണ് അർത്ഥസംഗ്രഹം എഴുതുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ജൈമിനി നയേ പ്രവേശായ. നയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥം. അപ്പോൾ ജൈമിനീയ ശാസ്ത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാലപാഠമാണ്, മീമാംസാ ശാസ്ത്രത്തിലെ ബാലപാഠമാണ്
അർത്ഥസംഗ്രഹം എന്നുള്ള ഗ്രന്ഥത്തിൽ. അപ്പോൾ ജൈമിനീയ ശാസ്ത്രത്തിലേക്ക് അഥവാ പൂർവമീമാംസാ ശാസ്ത്രത്തിലേക്ക് ഒരു ആദ്യത്തെ കാൽവെപ്പിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നു ലൗകാക്ഷി ഭാസ്കരൻ എന്ത് അർത്ഥസംഗ്രഹം. എന്ത് ചെയ്തിട്ടാണ് എഴുതുന്നത്? വാസുദേവം രമാകാന്തം നത്വ, രമയുടെ കാന്തനായിട്ടുള്ള വാസുദേവനെ നമസ്കരിച്ചിട്ടാണ് ലൗകാക്ഷി ഭാസ്കരൻ അർത്ഥസംഗ്രഹം എഴുതുന്നത്. വേദാർത്ഥജ്ഞാനാർത്ഥം ഉപയുക്താനാം പദാർത്ഥാനാം വിചാരഃ അസ്മിൻ ഗ്രന്ഥേ. വേദാർത്ഥജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? വേദാർത്ഥജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദാർത്ഥങ്ങളെ അറിയണം, അതിൻ്റെ വിചാരമാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇനി ടെക്സ്റ്റിൽ അഥ പരമകാരുണികോ ഭഗവാൻ ജൈമിനിർ ധർമ്മവിവേകായ ദ്വാദശലക്ഷണീം പ്രണിനീയ തത്രാദൗ ധർമ്മജിജ്ഞാസാം സൂത്രയാമാസ അഥാതോ ധർമ്മജിജ്ഞാസേതി. അത്രാധശബ്ദോ വേദാധ്യയന ആനന്തര്യവചനഃ അധശബ്ദോ ഹി വേദാധ്യയനസ്യ ദൃഷ്ടാർത്ഥത്വം ബ്രൂതേ. അഥ എന്നാൽ വേദാധ്യയനാനന്തരം, വേദം അധ്യയനം ചെയ്തതിന് ശേഷം പരമകാരുണികനായ ഭഗവാൻ ജൈമിനി ധർമ്മവിവേകത്തിന് വേണ്ടിയിട്ട് 12 അധ്യായങ്ങളുള്ള ഗ്രന്ഥത്തെ രചിച്ചിട്ട് അവിടെ ധർമ്മജിജ്ഞാസയെ ആദ്യം സൂത്രരൂപത്തിൽ എഴുതുന്നു. അതായത് അഥാതോ ധർമ്മജിജ്ഞാസ എന്ന് ആദ്യത്തെ സൂത്രം ജൈമിനി മഹർഷി എഴുതിയിരിക്കുന്നു. അത്രാധശബ്ദോ വേദാധ്യയന ആനന്തര്യവചനഃ. അഥ എന്ന ശബ്ദത്തിന് ഇവിടെ അർത്ഥം വേദാധ്യയന അനന്തരം എന്നാണ്. അധഃ എന്നുള്ള ശബ്ദത്തിനോ അധശബ്ദോ ഹി വേദാധ്യയനസ്യ ദൃഷ്ടാർത്ഥത്വം ബ്രൂതേ. അതഃ എന്ന ശബ്ദത്തിന് ദൃഷ്ടഫലകത്വാത് എന്നർത്ഥം, അല്ലെങ്കിൽ വേദാർത്ഥജ്ഞാനരൂപ ദൃഷ്ടഫലകത്വാത് എന്നർത്ഥം. ദൃഷ്ടഫലകത്വാത് വേദാധ്യയനാനന്തരം ധർമ്മവിചാരഃ കർത്തവ്യഃ ഇതി സൂത്രസ്യ സാമാന്യബോധഃ. വേദം അധ്യയനം ചെയ്യുന്നത് കൊണ്ട് പ്രത്യക്ഷമായി തന്നെ ഫലം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മീമാംസകർ പറയുന്നു ദൃഷ്ടഫലകത്വാത് എന്ന്. അതായത് വേദം അധ്യയനം ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ദൃഷ്ടഫലം എന്താണ്? പ്രത്യക്ഷമായിട്ട് തന്നെയുള്ള ഫലം എന്താണ്? വേദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ പ്രത്യക്ഷമായിട്ട് തന്നെ വേദം അധ്യയനം ചെയ്യുമ്പോൾ വേദാർത്ഥജ്ഞാനം എന്നുള്ള ഫലം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥ വേദാധ്യയനാനന്തരം അതഃ എന്താണ് ദൃഷ്ടഫലകത്വമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം, ധർമ്മവിചാരം ചെയ്യണം എന്നർത്ഥം എന്നാണ് ഈ അഥാതോ ധർമ്മജിജ്ഞാസ എന്നുള്ള സൂത്രത്തിൻ്റെ അർത്ഥം. ഇനി ടെക്സ്റ്റ്. സ്വാധ്യായോ അധ്യേതവ്യ ഇത്യധ്യയന വിധൗ തദധ്യയനസ്യ അർത്ഥജ്ഞാനരൂപ ദൃഷ്ടാർത്ഥകത്വേന വ്യവസ്ഥാപനാത്. അതായത് സ്വാധ്യായോ അധ്യേതവ്യ എന്നൊരു അധ്യയന വിധിയുണ്ട്. അപ്പോൾ വേദാർത്ഥജ്ഞാനം വിചാരമില്ലാതെ ഉണ്ടാകില്ല. വേണ്ട രീതിയിലുള്ള വിചാരമില്ലാതെ വേദാർത്ഥജ്ഞാനം ഉണ്ടാകില്ല. ഈ വിചാരം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വാധ്യായോ അധ്യേതവ്യ എന്നൊരു വിധിയുണ്ട്. അതായത് വേദം അധ്യയനം ചെയ്തതിന് ശേഷം വിചാരം ചെയ്യണം എന്നതിനർത്ഥം. അപ്പോൾ വേദം അധ്യയനം ചെയ്യുമ്പോൾ തന്നെ എന്താണ് വേദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ദൃഷ്ടഫലം ഉണ്ടല്ലോ. വേദം അധ്യയനം ചെയ്തതിന് ശേഷമോ വേദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്ന ദൃഷ്ടഫലമുണ്ട്. അപ്പം അതുകൊണ്ടെല്ലാം തന്നെ വേദാധ്യയനാനന്തരം ധർമ്മവിചാരം ചെയ്യണം എന്ന് പറയുന്നു.
തഥാ ച വേദാധ്യയനാനന്തരം യഥോർത്ഥജ്ഞാനരൂപദൃഷ്ടാർത്ഥകത്വം തദധ്യയനമതോ ഹേതോർധർമ്മസ്യ വേദാർത്ഥസ്യ ജിജ്ഞാസ കർത്തവ്യേതി ശേഷഃ. ജിജ്ഞാസാപദസ്യ വിചാരേ ലക്ഷണ. ഇപ്പോൾ അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന സൂത്രത്തിൽ ജിജ്ഞാസ എന്ന ശബ്ദത്തിന് വിചാരം എന്ന് ലക്ഷണ കൊണ്ട് അർത്ഥം കൽപ്പിക്കുകയാണ്. അതോ ധർമ്മവിചാരശാസ്ത്രമിതം ആരംഭണീയമിതി ശാസ്ത്രാരംഭ സൂത്രാർത്ഥഃ. അതുകൊണ്ട് ധർമ്മവിചാരത്തെ ചെയ്യുന്ന ഈ ശാസ്ത്രത്തെ തുടങ്ങാൻ പോകുന്നു എന്നതാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന സൂത്രത്തിൻ്റെ അർത്ഥം. ഇനി ധർമ്മത്തിൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നേരത്തെ ധർമ്മശാസ്ത്രം പറഞ്ഞപ്പോൾ അവിടെ ധർമ്മലക്ഷണങ്ങൾ പലതരത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടെ മീമാംസയിലെ ധർമ്മലക്ഷണം വന്നിരുന്നു. അപ്പോൾ അത് മീമാംസ പറയുമ്പോൾ പറയാം എന്ന് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിൽ നോക്കാം. അഥ കോ ധർമ്മഃ കിം തസ്യ ലക്ഷണമിതി ചേത് ഉച്യത്തെ യാഗാദിരൈവ ധർമ്മഃ തല്ലക്ഷണം വേദപ്രതിപാദ്യഃ പ്രയോജനവദർത്ഥോ ധർമ്മ ഇതി. പ്രയോജനെ അതിവ്യാപ്തിവാരണായ പ്രയോജനവദിതി. ഭോജനാദാവതിവ്യാപ്തിവാരണായ വേദപ്രതിപാദ്യ ഇതി. അനർത്ഥഫലകത്വാദനർത്ഥഭൂതേ ശ്യേനാദാവതിവ്യാപ്തിവാരണായ അർത്ഥ ഇതി. അഥ കോ ധർമ്മഃ, ധർമ്മം എന്നാൽ എന്താണ്? ധർമ്മവിചാരത്തെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് മീമാംസാശാസ്ത്രത്തിൽ. എങ്കിൽ ധർമ്മം എന്നാൽ എന്താണ്? കിം തസ്യ ലക്ഷണം, എന്താണ് ധർമ്മത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ യാഗാതിരേവ ധർമ്മഃ. ഇവിടെ പറയുന്നു യാഗം തുടങ്ങിയവയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിൻ്റെ ലക്ഷണം എന്താണ്? തല്ലക്ഷണം വേദപ്രതിപാദ്യഃ പ്രയോജനവദർത്ഥോ ധർമ്മ ഇതി. അതിൻ്റെ ലക്ഷണം ഇങ്ങനെയാണ്: വേദപ്രതിപാദ്യഃ പ്രയോജനവദർത്ഥഃ ധർമ്മഃ എന്ന്. ഈ ലക്ഷണമാണ് പ്രധാനപ്പെട്ട മീമാംസയിലെ ധർമ്മത്തിൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ വേദപ്രതിപാദ്യഃ പ്രയോജനവദർത്ഥഃ ധർമ്മഃ എന്ന് പറയുന്നു. അതായത് ലക്ഷണം പറയുമ്പോൾ വേദപ്രതിപാദ്യത്വേ സതി പ്രയോജനവത്വേ സതി അർത്ഥത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറയണം. വേദപ്രതിപാദ്യത്വേ സതി പ്രയോജനവത്വേ സതി അർത്ഥത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറയണം. അപ്പോൾ പറയാണ് ഇവിടെ എത്ര ദളങ്ങളുണ്ട് ലക്ഷണത്തിൽ? വേദപ്രതിപാദ്യത്വം 1, പ്രയോജനവത്വം 2, അർത്ഥത്വം 3 ദളങ്ങളുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ 3 ദളങ്ങളുള്ള ലക്ഷണങ്ങൾ എന്തിനാണ് പറയുന്നത്? ഒന്നിൽ കൂടുതൽ ദളങ്ങൾ ഒരു പദാർത്ഥത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിവ്യാപ്ത്യാദിവാരകതയാ ലക്ഷണഘടകദളാനാം അതിവ്യാപ്ത്യാദിവാരകതയാ സാർത്ഥക്യം എന്ന് പറയുന്നു. അതിവ്യാപ്തി തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദളങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. പ്രയോജനെ അതിവ്യാപ്തി വാരണായ പ്രയോജനവദിതി. ഇപ്പം പ്രയോജനവത്വം എന്ന് ലക്ഷണത്തിൽ ഒരു ദളമുണ്ട്. പ്രയോജനവത്വം എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താണ് കുഴപ്പം? വേദപ്രതിപാദ്യത്വേ സതി അർത്ഥത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ പ്രയോജനവത്വം എന്ന് ലക്ഷണത്തിൽ ഒരു ദളമായി ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പ്രയോജനത്തിൽ അതിവ്യാപ്തി വരും. അതെങ്ങനെയാണ് പ്രയോജനത്തിൽ അതിവ്യാപ്തി വരുന്നത്? അതായത് ഇപ്പോൾ ഒരു സ്വർഗകാമോ യജേത എന്ന് പറയണ്ടല്ലോ. അതായത് സ്വർഗം യാഗം ചെയ്തവൻ സ്വർഗം കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ സ്വർഗം എന്നത് പ്രയോജനമാണ്. യാഗത്തിൻ്റെ പ്രയോജനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർഗം എന്ന് പറയുന്നത് വേദപ്രതിപാദ്യമാണ്, അതുപോലെ അർത്ഥവുമാണ്. പക്ഷേ ഈ സ്വർഗം എന്ന് പറയുന്നത് അത് ധർമ്മമല്ല. യാഗാതിരൈവ ധർമ്മഃ അല്ലേ? അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് പ്രയോജനമാണ്. ഈ പ്രയോജനത്തിൽ വേദപ്രതിപാദ്യത്വവുമുണ്ട്, അർത്ഥത്വവുമുണ്ട്.
അപ്പോൾ ഈ സ്വർഗത്തിൽ, പ്രയോജനമായ സ്വർഗത്തിൽ ധർമ്മത്തിൻ്റെ ലക്ഷണം വരും. അപ്പോൾ ഈ ലക്ഷണം അതിവ്യാപ്തമാണ്. അതുകൊണ്ട് പ്രയോജനവത്വം എന്നുള്ള ദളം കൂടി ചേർക്കണം. പ്രയോജനവത്വം എന്നുള്ള ദളം ചേർക്കുമ്പോൾ ഈ സ്വർഗം പ്രയോജനമാണ്. അത് പ്രയോജനവത് അല്ല, പ്രയോജനത്തോടു കൂടിയതല്ല. സ്വർഗം എന്ന് പറയുന്നത് പ്രയോജനമാണ്, പ്രയോജനത്തോടു കൂടിയതല്ല. അപ്പോൾ അതിൽ പ്രയോജനവത്വമില്ല. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിൽ അതിവ്യാപ്തി വരാതിരിക്കാനാണ് പ്രയോജനവത്വം എന്നുള്ള ദളം കൊടുക്കുന്നത്. അതാണ് പറയണത് പ്രയോജനെ അതിവ്യാപ്തി വാരണായ പ്രയോജനവദിതി എന്ന്. ഇനി അടുത്തത് ഭോജനാദൗ അതിവ്യാപ്തി വാരണായ വേദപ്രതിപാദ്യ ഇതി. വേദപ്രതിപാദ്യത്വം എന്ന ദളം എന്തിനു കൊടുക്കണം? ഇങ്ങനെ പറഞ്ഞാൽ പോരെ. പ്രയോജനവത്വേ സതി അർത്ഥത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ, ഭോജനം തുടങ്ങിയ കാര്യങ്ങളിൽ അതിവ്യാപ്തി വരും. അത് വരാതിരിക്കാനാണ് വേദപ്രതിപാദ്യത്വം എന്ന് പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കർമ്മം, അത് പ്രയോജനവതാണ്, അതിന് പ്രയോജനത്തോടു കൂടിയതാണ്. വിശപ്പ് മാറും എന്നുള്ള പ്രയോജനത്തോടു കൂടിയതാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം. അർത്ഥത്വവുമുണ്ട്, അതിന് അർത്ഥവുമാണ്. അതുകൊണ്ട് ഭോജനം തുടങ്ങിയവയിൽ അതിവ്യാപ്തി വരും ധർമ്മലക്ഷണത്തിന്. അപ്പോൾ അത് വരാതിരിക്കാൻ വേദപ്രതിപാദ്യത്വം എന്ന ദളം കൊടുക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വേദപ്രതിപാദ്യം, വേദത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വേദപ്രതിപാദ്യത്വം ഭോജനത്തിലില്ല എന്നുള്ളത് കൊണ്ട് വേദപ്രതിപാദ്യത്വം എന്ന ദളം കൂടിയും ചേർക്കുമ്പോൾ ഭോജനം തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിവ്യാപ്തി വരില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഭോജനാദാവ് അതിവ്യാപ്തി വാരണായ വേദപ്രതിപാദ്യ ഇതി എന്ന്. അനർത്ഥഫലകത്വാദ് അനർത്ഥഭൂതേ ശ്യേനാദാവ് അതിവ്യാപ്തി വാരണായ അർത്ഥ ഇതി. ഇനി അർത്ഥത്വം എന്ന ദളം എന്തിനാണ് കൊടുത്തത്? വേദപ്രതിപാദ്യത്വേ സതി പ്രയോജനവത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ, ശ്യേനയാഗം തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ, അതായത് അനർത്ഥത്തെ ഉണ്ടാക്കുന്ന അനർത്ഥഭൂതങ്ങളായിട്ടുള്ള ശ്യേനയാഗം തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾക്ക് അതിവ്യാപ്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥമെന്ന് പറഞ്ഞത്. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന യാഗങ്ങളല്ല ശ്യേനയാഗം തുടങ്ങിയവ. അപ്പോൾ ഈ അർത്ഥത്വം എന്ന ദളം ലക്ഷണത്തിൽ പറഞ്ഞില്ല എങ്കിൽ ശ്യേനയാഗത്തിൽ വേദത്തിൽ പറയുന്നത് തന്നെയാണ്. അപ്പോൾ വേദപ്രതിപാദ്യത്വമുണ്ട്, പ്രയോജനത്വമുണ്ട്. എന്താണ്? അനർത്ഥം എന്നുള്ള ഫലം, ആർക്കെങ്കിലും എന്തെങ്കിലും ദുരിതം സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ, അനർത്ഥമായിട്ടുള്ള ഫലങ്ങൾ പ്രയോജനമാണ് എന്നുള്ള പ്രയോജനങ്ങളോട് കൂടിയതാണ് ശ്യേനയാഗം എന്ന് വരും. അപ്പോൾ ധർമ്മലക്ഷണം ഇവിടെ സമന്വയിക്കും. പക്ഷേ അത് പാടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥത്വം എന്ന ദളം ലക്ഷണത്തിൽ കൊടുത്തത്. അപ്പോൾ ശ്യേനയാഗത്തിൽ വേദപ്രതിപാദ്യത്വവും പ്രയോജനവത്വവും ഉണ്ടെങ്കിൽ പോലും അർത്ഥത്വമില്ല. അത് അനർത്ഥമായിട്ടുള്ള യാഗമാണല്ലോ, അതുകൊണ്ട് അർത്ഥത്വം അതിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിഷ്കൃഷ്ടമായിട്ടുള്ള ലക്ഷണം എന്താണ്, ധർമ്മലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ വേദപ്രതിപാദ്യത്വേ സതി പ്രയോജനവത്വേ സതി അർത്ഥത്വം ധർമ്മസ്യ ലക്ഷണം എന്ന് പറയണം. ഇനി ടെക്സ്റ്റിൽ അടുത്ത ഭാഗമാണ് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.